വിവാദ മനുഷ്യാവകാശ സംഘടന NCHRD കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ തീവ്ര ആശയങ്ങളുള്ള ആളുകൾ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് NCHRD സംഘടനാ പ്രഖ്യാപന സമ്മേളനം മാറ്റിവെച്ചത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, NCHRDയുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് എന്നുള്ളത് സംബന്ധിച്ച്, അവരുടെ ആശയങ്ങൾ സംബന്ധിച്ച് ഒക്കെ ജനം TV വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് NCHRD എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് നിയമസഹായം ഉൾപ്പെടെ നൽകുന്നതിനായാണ് ഈ NCHRD പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അത്തരത്തിലുള്ളതാണ് എന്നുള്ളത് ജനം TV നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. എന്തായാലും കേന്ദ്ര ഏജൻസികൾ കൂടി NCHRDക്ക് മേൽ നിരീക്ഷണം വയ്ക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി തുടർ പ്രവർത്തനങ്ങൾ? അതായത് ഈ നിരോധിത തീവ്രവാദ സംഘടനയായിട്ടുള്ള സിമി, PFI തുടങ്ങിയവയിൽ സജീവ പ്രവർത്തകരായിരുന്ന എല്ലാവരും കൂടെ തന്നെ ചേർന്ന് പുതുതായി രൂപം കൊടുത്ത ഒരു സംഘടനയാണ് ഈ NCHDR എന്നുള്ള ഈ മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ രൂപം കൊടുത്തിട്ടിരിക്കുന്ന ഈ പുതിയ സംഘടന. ആ സംഘടനയെക്കുറിച്ച്, സംഘടനയുടെ ആശയത്തെക്കുറിച്ച് ആദ്യം മുതൽ തന്നെ നമ്മളാണ് റിപ്പോർട്ട് ചെയ്തത്. കൃത്യമായി തന്നെ ഈ സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പെട്ട് ജയിലിലായിരിക്കുന്നവർക്ക് നിയമസഹായം നൽകുക എന്നതായിരുന്നു. അത് പരസ്യമായി തന്നെ സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം കൃത്യമായി ഇവർ പറയുകയും ചെയ്തിരുന്നു. ഈ സംഭവം അതൊക്കെ തന്നെ നമ്മൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനിടയിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ സംഘടനയ്ക്ക് മേൽ കൃത്യമായൊരു അന്വേഷണം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഈ സംഘടനയ്ക്ക് എങ്ങനെയാണ് ഇത്രയധികം കേരളത്തിൽ മുഴുവൻ പ്രവർത്തനം ഊർജിതമാക്കാനുള്ള ശ്രമമാണ് സംഘടന നടത്തുന്നത്? എങ്ങനെയാണ് സംഘടനയ്ക്ക് ഇത്രയധികം പണം വന്നിരിക്കുന്നത്? സംഘടനയുടെ ഫണ്ട് എവിടെ നിന്നാണ്? അതാണ് ആദ്യമായി അന്വേഷിക്കുന്നത്. മാത്രമല്ല ഇവരുടെ പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിലാണ്? അങ്ങനെ കൃത്യമായി ഈ സംഘടന ഇപ്പോൾ നിലവിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ കൃത്യമായ നിരീക്ഷണം ഈ സംഘടനയ്ക്ക് പുറകിലുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടും മാത്രമല്ല, നമ്മൾ വാർത്ത കൊടുത്തതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം സംഘടനാ പ്രഖ്യാപന സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് അതേപടി തന്നെ ഇവർ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ഏതെങ്കിലും മറ്റ് സിമി, PFI തുടങ്ങിയ സംഘടനയിലെ സജീവ പ്രവർത്തകരായിരുന്നു, മുൻ മാവോയിസ്റ്റ് പ്രവർത്തകർ, അങ്ങനെ എല്ലാവരും ഈ സംഘടനയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സംഘടനയിൽ ഒരു നിരീക്ഷണം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി നടത്തുന്നുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള പോലീസിനും, ഹിന്ദു ഐക്യവേദി ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ പോലീസിനും ഒരു പരാതി നൽകിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ സംഘടന ഇപ്പോഴുള്ളത്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.